സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും ഇല്ലാത്ത ഒരു ജീവിതത്തെപ്പറ്റി ആലോചിക്കുക കൂടി പ്രയാസമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സാങ്കേതിക വിദ്യകളുടെ ഈ അതിപ്രസരവും സ്മാർട്ട് ഫോൺ ഗാഡ്ജറ്റുകളോടുള്ള ആസക്തിയും എന്തൊക്കെ ദോഷം ചെയ്യുമെന്നും നമുക്കറിയാം. എന്നിരുന്നാലും പലരും ഇതിനെതിരെ മുൻകരുതലുകൾ സ്വീകരിക്കാതെ അവയെ അവഗണിക്കാറുണ്ട്. ഇത്തരം ആസക്തി നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും. ഇതിനുള്ള തെളിവാണ് രാത്രിയുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗം മൂലം ഹൈദരാബാദിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ കാഴ്ച നഷ്ടമായി എന്ന വാർത്ത. ഹൈദരാബാദിൽ നിന്നുള്ള ന്യൂറോളജിസ്റ്റായ ഡോക്ടർ സുധീറാണ് ഈ വിവരം ട്വിറ്ററിൽ കുറിച്ചത്. രാത്രിയിൽ ഇരുട്ടുമുറിയിൽ ഇരുന്ന് സ്മാർട്ട് ഫോൺ നോക്കുന്ന പതിവ് കാരണം 30കാരിയായ ഒരു സ്ത്രീക്ക് തന്റെ കാഴ്ച നഷ്ടമായി എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഇടയ്ക്കിടെ കാഴ്ചക്കുറവ്, വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാത്ത അവസ്ഥ, സിക്സാക് പാറ്റേണുകൾ തുടങ്ങിയ ലക്ഷണങ്ങളുമായാണ് മഞ്ജു എന്ന യുവതി ഡോക്ടറെ സമീപിച്ചത്. വൈദ്യപരിശോധനയിൽ അവൾക്ക് സ്മാർട്ട് ഫോൺ വിഷൻ സിൻഡ്രോം അല്ലെങ്കിൽ SVS ഉണ്ടെന്ന് കണ്ടെത്തി. ഇത് അന്ധത ഉൾപ്പെടെയുള്ള നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇരുട്ടിൽ കൂടുതൽ സമയം ഫോണിൽ ചിലവഴിക്കുന്ന ശീലമാണ് കാഴ്ച നഷ്ടപ്പെടാൻ കാരണമായെന്നത് ഡോക്ടർ പറയുന്നു. ഞാൻ അവരുടെ ദിനചര്യ അവലോകനം ചെയ്തു. അവരുടെ കുട്ടിയെ പരിപാലിക്കുന്നതിനായി ബ്യൂട്ടീഷ്യൻ ജോലി ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ യുവതിയിൽ ആരംഭിച്ചത്. രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം 2 മണിക്കൂർ ഉൾപ്പെടെ ദിവസേന നിരവധി മണിക്കൂർ അവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നെന്നും ഡോക്ടർ പറയുന്നു. തുടർന്ന് ഡോക്ടർ അവർക്ക് മരുന്നുകൾ നിർദ്ദേശിക്കുകയും സ്ക്രീൻ സമയം കുറയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മരുന്ന് കഴിച്ച് സ്ക്രീൻ സമയം ഒഴിവാക്കിയതിനാൽ അവൾക്ക് കാഴ്ച വീണ്ടെടുക്കാൻ കഴിഞ്ഞു. 1 മാസത്തിന് ശേഷം മഞ്ജു പൂർണ്ണമായി സുഖം പ്രാപിച്ചു. 18 മാസത്തെ അവളുടെ കാഴ്ച വൈകല്യം മാറി. ഇപ്പോൾ അവൾക്ക് സാധാരണ കാഴ്ചയുണ്ട്. മറ്റ് കാഴ്ച ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവളുടെ രോഗം സംബന്ധിച്ച് ഞങ്ങളുടെ സംശയം ശരിയാണെന്ന് തെളിഞ്ഞെന്നും ഡോക്ടർ ട്വിറ്ററിൽ പറയുന്നു. മഞ്ജുവിന് കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചെങ്കിലും പലരും സ്മാർട്ട് ഫോൺ വിഷൻ സിൻഡ്രോം SVS അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം CVS അല്ലെങ്കിൽ ഡിജിറ്റൽ വിഷൻ സിൻഡ്രോം എന്നിവയാൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ആശങ്കാജനകമായ കാര്യമാണ്. ഈ രോഗം ഭാഗികമായോ പൂർണ്ണമായോ കാഴ്ച നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിച്ചേക്കാം എന്നത് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുന്നു. മരുന്നുകളും ജീവിതശൈലിയിലെ മാറ്റങ്ങളും കൊണ്ട് ഈ രോഗം സുഖപ്പെടുത്താനാകുമെങ്കിലും നിയന്ത്രണത്തോടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്.